പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലവേൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വയനാട് ജില്ലയിലെ നമ്മുടെ വയനാട്ടിലെ ഒരു അമ്പലവയൽ, കൽപ്പറ്റ, മീനങ്ങാടി എല്ലാ ഭാഗത്തുനിന്നും, കാക്കവയൽ എല്ലാ ഭാഗത്തുനിന്നും എത്തിപ്പെടാൻ പറ്റുന്ന അതിൻ്റെയൊക്കെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ഏക്കർ ഭൂമിയുടെ വിശേഷങ്ങളാണ്. ഒരു ഏക്കർ ഭൂമിയാണുള്ളത്. ലേശം കൂടുതലുണ്ട്. ഒരു ഏക്കർ ഭൂമിയുടെ കച്ചവടമാണ് നമ്മൾ പറയുന്നത്. എല്ലാവിധ കൃഷി ഉൽപ്പന്നങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഈ ഒരു സ്ഥലത്ത്, നമ്മുടെ സ്ഥലത്തുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കവുങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കവുങ്ങുണ്ട്, അതായത് അടക്കയുണ്ട്. കാപ്പികൾ പുതിയത് ചെയ്തതുകൊണ്ട്, പുതിയ കുറേ ചെറിയ കാപ്പി, പുതിയ റീപ്ലാന്റ് ചെയ്ത കാപ്പിയുണ്ട്, പഴയ കാപ്പിയുണ്ട്. നല്ല തെങ്ങുകളുണ്ട്, നല്ല തേങ്ങയുള്ള, നന്നായിട്ട് തേങ്ങ കായ്ക്കുന്ന നല്ല ഉൽപ്പാദനമുള്ള തെങ്ങുകൾ, ധാരാളം തെങ്ങുകളുണ്ട്. പിന്നെ വാഴ, ഇടവിളയായിട്ട് വാഴ വെച്ചിട്ടുണ്ട്. പിന്നെ ഏലം വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഏലം നല്ല രീതിയിൽ തന്നെ. ഏലത്തിനൊക്കെ ഇപ്പം കുഴപ്പമില്ലാത്ത വിലയുണ്ട്. കാപ്പിക്ക് നല്ല വിലയാണ്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ ഇങ്ങനെ ഇടയ്ക്ക് പലതരത്തിലുള്ള പല വെറൈറ്റി ഫ്രൂട്ട്സ് ചെടികളും ഇടയ്ക്കുണ്ട്. ചാമ്പക്ക, അങ്ങനത്തെ ഫ്രൂട്ട്സ് വെറൈറ്റി ഉണ്ടല്ലോ, സപ്പോട്ട, ചാമ്പക്ക, അങ്ങനെയൊക്കെയുള്ള പല വെറൈറ്റി ഫ്രൂട്ട്സുകൾ ധാരാളം ഉണ്ട്. മാങ്ങ, ചക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ഥിര ഐറ്റംസൊക്കെ ഈ പറമ്പിലുണ്ട്. എല്ലാ പറമ്പിലുള്ള പോലെ തന്നെ റബ്ബറുണ്ട്. അപ്പോൾ വരുമാനം ഒരു സമ്മിശ്ര വിളകളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ റബ്ബറുണ്ട്, കാപ്പിയുണ്ട്, തെങ്ങുണ്ട്, കുരുമുളകുണ്ട്, ഏലുണ്ട്, വാഴയുണ്ട്, അടക്കയുണ്ട്, കുറേ ഫ്രൂട്ട്സ് ചെടികളുണ്ട്. അങ്ങനെ എല്ലാ വെറൈറ്റി സംഭവങ്ങളും ഈ ഒരു ഏക്കറയിലുണ്ട്. കുറേ റീപ്ലാന്റ് ചെയ്ത പുതിയ കാപ്പികളുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം എന്ന് പറയില്ലേ, അതായത് ഒരു നാച്ചുറൽ ബ്യൂട്ടി, ഒരു നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം. താഴെ വയലാണ്, അപ്പുറത്ത് നല്ലൊരു മലനിരകളാണ്. അപ്പോൾ ഈസി ആയിട്ട് നടന്നു പോകുന്ന തോട്ടം, കുത്തനെയോ ഇറക്കമോ ഒന്നുമല്ല, സുഖമായിട്ട് നമുക്ക് നടന്നു വരാൻ പറ്റുന്ന ഈ ഒരു തോട്ടം ഒരേക്കർ തോട്ടമാണ്. ഇതിൽ ആദ്യം ഒരു ഫാം നടന്നുകൊണ്ടിരുന്നിരുന്നു. കുറച്ചൊരു 16ഓളം പശുക്കളുള്ളൊരു ഫാം നടന്നിരുന്നു. ഇപ്പം ഫാം താൽക്കാലികമായിട്ട് നിർത്തി വച്ചിരിക്കുകയാണ്. ഈ പറമ്പിലെ ഈ ഒരു ഏക്കർ തോട്ടത്തിലെ ഒരു ഹൈലൈറ്റായ ഒരു കുളം. ഈ കുളത്തുനിന്ന് ഇഷ്ടംപോലെ വെള്ളം, ധാരാളം വെള്ളമുള്ളതാണ്. വെള്ളത്തിനൊന്നും യാതൊരു കുറവുമില്ല. നമുക്ക് പമ്പ് ചെയ്യാൻ നല്ല 2 HP മോട്ടറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തുള്ള ചെറിയ മുളകളുടെ ഇതിൻ്റെ ഭംഗിയൊക്കെ ഞാൻ വെറുതെ ഒന്ന് വീഡിയോയിൽ പകർത്തിയതാണ് ഇപ്പോൾ കാണുന്നത്. നല്ല വ്യൂ ആണ്. നന്നായിട്ട് മരങ്ങളൊക്കെ നന്നായിട്ട് നല്ല ഹൈറ്റിൽ പൊന്തിയുള്ളതുകൊണ്ട് നമുക്കിനി വേണമെങ്കിൽ ട്രീ ഹട്ട് നിർമ്മിക്കാനോ, നമുക്ക് നല്ല വേനൽക്കാലത്തും ചൂടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല രീതിയിൽ തോട്ടത്തിൽ നല്ല ഹൈറ്റുള്ള കുറേ മരങ്ങളുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മൾ ദൂരത്തേക്ക് കാണുന്ന മലനിരകൾ ഒന്നും കൂടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഷൂട്ട് ചെയ്തതിൻ്റെ ഈ വീഡിയോ തന്നെ ഉണ്ട്. അപ്പോൾ ഈ കുളമാണ്. ഈ കുളത്തിൽ നിന്നാണ് നമുക്ക് ഫാമിലേക്കുള്ള വെള്ളം എടുക്കുക. പിന്നെ ഇപ്പോൾ തോട്ടം നനയ്ക്കാനും അതിനുള്ള വെള്ളത്തിനൊക്കെ ഇപ്പോൾ കുറച്ച് കലങ്ങി കിടക്കുകയാണ്. സൈഡൊക്കെ കാടൊക്കെ വെട്ടിയപ്പോൾ ഒന്ന് കലങ്ങി കിടക്കുകയാണ്. നല്ല വെള്ളമാണ്. ഒന്നും കൂടെ വലുതാക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്തിനും സൗകര്യമുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു ഏരിയയാണ്. നല്ല ചുറ്റും അപ്പുറത്തൊക്കെ നല്ല വയലിൻ്റെയൊക്കെ ഒരു കാഴ്ചയാണ്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. മറ്റ് വന്യജീവി പ്രശ്നമോ അങ്ങനത്തെ സാധാരണ പ്രശ്നങ്ങളോ ഫോറസ്റ്റൊന്നും അടുത്തുപോലുമില്ല. ഒരു 10-30 കിലോമീറ്റർ പോകണം ഇവിടുന്ന് ഫോറസ്റ്റൊക്കെ എത്താൻ. അങ്ങനത്തെ വേറെ യാതൊരു ഇതിപ്പോൾ നമ്മൾ കണ്ടത് പൈപ്പ് ലൈൻ്റെ കണക്ഷനാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത്. തോട്ടം മൊത്തം നല്ല, നിങ്ങൾ കണ്ടല്ലോ, വലിയ പൈപ്പിട്ട് തോട്ടം നനയ്ക്കാനും ഫാമിലേക്കുള്ള വെള്ളത്തിനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ വേറെ ഇപ്പോൾ വയനാട്ടിൻ്റെ എല്ലാവിധ ഭംഗിയും തണുപ്പൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കാണുന്ന ദൂരത്തേക്കുള്ള മലനിരകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയിൽ അവസാന ഭാഗത്ത് ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു കുടുംബത്തിന് സുഖമായിട്ട് താമസിക്കാനുള്ള ഒരു വരുമാന മാർഗം ഒക്കെ ഈ തോട്ടത്തിലുണ്ട്. ഒരേക്കർ തോട്ടത്തിലുണ്ട്. അപ്പോൾ ഒരേക്കർ തോട്ടം, പിന്നെ ഒരു വീടുമുണ്ട്. കുറച്ച് പഴക്കമുള്ള ഒരു വാർപ്പിട്ട വീടുണ്ട്. പിന്നെ ഒരു ഫാം, 16ഓളം പശുക്കളെ കെട്ടിയിടാൻ പറ്റിയ, പശുക്കളെ നമുക്ക് അവിടെ വളർത്താൻ പറ്റിയ ഒരു ഫാമുണ്ട്. ഫാമിൻ്റെ ആ ഒരു ഷെഡ് അതവിടെ ഉണ്ട്. ഒരു കാലിത്തൊഴുത്ത്, അതും കൂടാതെ കുളം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാത്തിനും കൂടെ മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് വീടുണ്ട്, ഈ കുളത്തിൻ്റെ സൗകര്യമുണ്ട്, പശുക്കളുടെ തൊഴുത്തുണ്ട്, വേറെ അത് കൂടാതെ ഒരു ഷെഡുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ ഒരേക്കർ ഭൂമിക്ക് മൊത്തത്തിൽ ചോദിക്കുന്നത് എല്ലാം കൂടി വെറും 56 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ വില കുറയും, കാര്യമായിട്ടല്ല, ചെറിയ സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. അപ്പം നല്ല ഭംഗിയാണിത്. അപ്പുറത്തേക്കുള്ള ആ മലനിരകളുടെ കാഴ്ചയാണ് കാണുന്നത്.
നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ആ ദൂരത്തേക്ക് നമ്മൾ കാണുന്നത് നല്ല ഈ പറമ്പിൽ നിന്ന് കാണുന്ന മൊത്തത്തിൽ ഈ പറമ്പിൽ നിന്ന് ഈ വീട്ടിൽ നിന്നൊക്കെ കാണുന്ന കാഴ്ചയാണ്. നല്ല സൂപ്പർ കാഴ്ചയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ആ മലനിരകളുടെ ഭംഗിയുണ്ട്, വയലിൻ്റെ കാഴ്ചയുണ്ട്, നല്ല തണുപ്പുണ്ട്, ധാരാളം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ റബ്ബറിൻ്റെ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എല്ലാവിധ സമ്മിശ്ര വിളകളൊക്കെ ഉള്ള ഒരേക്കർ തോട്ടാണ്. നമുക്ക് കുറച്ച് പശുക്കളെയൊക്കെ വളർത്താനാണെങ്കിൽ 100% അനുയോജ്യമായൊരു സംഭവം. ഒരു എല്ലാ രീതിയിലും നല്ലൊരു തോട്ടം, നല്ലൊരു എല്ലാവിധ കൃഷിക്കും ഒക്കെ അനുയോജ്യമായ നല്ല ഒരു തോട്ടമാണ്. ഒരേക്കർ പറമ്പും ഈ 3 അതായത് കുളമുണ്ട്, നമുക്കൊരു കാലിത്തൊഴുത്തുണ്ട്, വീടുണ്ട് അഡീഷണലായിട്ട് അതിലുള്ളതാണ്. ഇനി നമ്മളിപ്പോൾ നേരെ പോകുന്നത് അടുത്ത കാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞ 16ഓളം പശുക്കളെ കെട്ടാനുള്ള ഒരു തൊഴുത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ തൊഴുത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ആദ്യം നടത്തിയ ആ തൊഴുത്തിൻ്റെ ബേക്കിൽ ഇപ്പോൾ ഒരു തെങ്ങിൻ തൈ ഇപ്പം ബേക്കിൽ നട്ടതാണ്. നമ്മൾ തെങ്ങിൻ തൈ കണ്ട് ഇതൊരു ആ തെങ്ങിൻ തൈയാണ്. പുതിയതായിട്ട് നട്ട കുറേ തെങ്ങിൻ തൈകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അതൊക്കെ കണ്ട് വാഴകളും നല്ല രീതിയിലുള്ള കാപ്പിയൊക്കെ നല്ല അധികം പഴക്കമുള്ള കാപ്പികൾ വളരെ കുറവാണിതിൽ. നല്ല ഉശിരുള്ള നല്ല ആരോഗ്യമുള്ള പുതിയ കാപ്പികളാണുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഈ തൊഴുത്തിൻ്റെ കാഴ്ചകൾ ഇനി കാണാം. അത് നല്ലൊരു ഏരിയയിലാണ്. തൊഴുത്തുനിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാനും വെള്ളം കുളത്തുനിന്ന് പെട്ടെന്ന് എത്തിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ്. കറക്റ്റ് സ്പേസിലാണ്. കുളത്തുനിന്ന് നേരെ വെള്ളം പമ്പ് ചെയ്യാനുള്ള സ്ഥലത്താണ് ഈ തൊഴുത്തുള്ളത്. ഇതാണ് 2 വശത്തായിട്ട് മുന്നോട്ടും ഇപ്പുറത്തെ വശത്തേക്കായിട്ട് 8 16 പശുക്കളെ കെട്ടാനുള്ള ഒരു തൊഴുത്ത് ഇതിൻ്റെ അകത്തുണ്ട്. ആ തൊഴുത്താണ് ആദ്യം ഫാം നടത്തിയിരുന്ന തൊഴുത്താണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ കാണാമല്ലോ, പശുക്കൾക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുള്ള 8 പശുക്കളെ ഈ സൈഡിലും 8 പശുക്കളെ അപ്പുറത്തെ സൈഡിലായിട്ട് അങ്ങനെ 16 പശുക്കളെ കെട്ടാനുള്ള തൊഴുത്താണ് നമ്മളിപ്പോൾ വീഡിയോ കാണുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ആ പുല്ലൊക്കെ ഇട്ട് കൊടുക്കുന്ന പുൽത്തൊട്ടിയൊക്കെയാണ് കാണുന്നത്. ഭക്ഷണത്തിനൊക്കെ ഇട്ട് കൊടുക്കാനുള്ള ആ സൗകര്യം. ഇനി നമ്മൾ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇനി നമുക്കിനി ഇതിൻ്റെ ഈ പറമ്പിൻ്റെ മുകളിലത്തെ വീടുള്ള ഏരിയയിലേക്ക് മെല്ലെ പോകാം. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പഴയ ചാനൽ ദേവരാജ് അമ്പലവേൽ എന്ന ചാനൽ ഓൾറെഡി അവിടെ ഉണ്ട്. കൂടാതെ ദേവരാജ് വയനാട് എന്ന പുതിയ ചാനൽ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. 94 95 36 57 30. അതിലേക്ക് വിളിച്ചാൽ, എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് വിശദമായ ഇനി ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. നമ്മളിപ്പോൾ ആ തൊഴുത്തിൻ്റെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവിധ വാഹനങ്ങളും വരും, എല്ലാത്തിനും സൗകര്യമുണ്ട്. ഇത് തൊഴുത്തിൻ്റെ അവിടെ നിന്നുള്ള വഴിയാണ്. മെയിൻ വഴി വീടിൻ്റെ സൈഡിൽ കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇത് നമ്മൾ ആ താഴത്തെ കണ്ട ഇവിടെ വലിയൊരു ചാമ്പയ്ക്കമരം ഉണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ലൊരു എല്ലാവിധ വെറൈറ്റി ഇത് കാണുന്ന വലിയൊരു വമ്പൻ ചാമ്പയ്ക്കമരമാണ്. അപ്പോൾ അതൊക്കെ നല്ലൊരു വെറൈറ്റി കാഴ്ചയാണ്. ധാരാളം തെങ്ങുകളൊക്കെ ഉണ്ട്. തെങ്ങുകളൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പല വെറൈറ്റി തെങ്ങ്, ഒരു മഞ്ഞത്തെങ്ങാണ് ഈ കാണുന്നത്. ധാരാളം നല്ലൊരു ഭംഗിയാണ്, നേരിട്ട് കാണാൻ നല്ലൊരു കാഴ്ചയാണ്. ഇത് സാധാരണ ഒരു നല്ല കടും പച്ച തേങ്ങ, അങ്ങനെ പല വെറൈറ്റി തെങ്ങുകളൊക്കെ പറമ്പിലുണ്ട്. ഈ കാണുന്ന വീടും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീട് 1 ഏക്കർ ഭൂമി, 16 പശുക്കളെ കെട്ടാൻ പറ്റിയ ഒരു തൊഴുത്ത്, ഒരു കുളം, ഒരു ഷെഡ് അഡീഷണൽ എല്ലാം ഉണ്ട്. എല്ലാം കൂടി ആവശ്യപ്പെടുന്നത് 56 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്, സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ. അപ്പോൾ വിശദ വിവരങ്ങൾക്ക് വിളിക്കുക. എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള താല്പര്യമുള്ളവർ വിളിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.